ആൻഡ്രേ അക്വിറ്റിസ് അന്റോണിയ ദമ്പതികളുടെ മകനായി 1991 മെയ് 3 ജനനം. ജനനം ഇംഗ്ലണ്ടിലായിരുന്നെങ്കിലും പഠിച്ചതും വളർന്നതും ഇറ്റലിയിലെ മിലാനിലായിരുന്നു. ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛൻ മോൺസിഞ്ഞോർ ജാൻ ഫ്രാങ്കോ, അദ്ദേഹമാണ് കാർലോയുടെ വിശുദ്ധി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് 7ാമത്തെ വയസ്സിൽ കാർലോയുടെ ആദ്യ കുർബാന സ്വീകരണം ചടങ്ങ് നടന്നത്. ഒരിക്കൽ വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ കുഞ്ഞു കാർലോയെ അവന്റെ പിതാവ് ക്ഷണിച്ചു. വളരെ വ്യത്യസ്തമായൊരു മറുപടിയാണ് കാർലോ അതിന് നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൽ ജീവിച്ച യേശു ഇന്ന് തൻ്റെ ഇടവക ദേവാലയത്തിലെ സക്രാരിയിൽ വസിക്കുന്നുണ്ട് എന്ന്. ഞാൻ ഇടവക ദേവാലയത്തിൽ പൊയ്ക്കൊള്ളാമെന്നും ജെറുസലേമിലേക്ക് വരുന്നില്ല എന്നും കാർലോ അദ്ദേഹത്തോട് പറഞ്ഞു. ഏതാണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ആ ഇടവകയുടെ ഒരു മതബോധന അധ്യാപകനായി കാർലോ മാറുകയാണ്. പക്ഷേ ആ ജീവിതം ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല. ഒക്ടോബർ 12 ലുക്കേമിയ വന്ന് കാർലോ അക്വിറ്റിസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. കാർലോ അക്വിറ്റിസിന് ഈശോ എന്നാൽ ചങ്കില ഈശോ ആണ്. ഈ മോഡേൺ കാലഘട്ടത്തിൽ ചങ്കില ഈശോയുമായി ജീവിക്കാൻ നമ്മോട് പറയുന്ന ഒരാളാണ് കാർലോ. വികാരിയച്ഛൻ ഒരിക്കൽ കാർലോയോട് ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ ഏറ്റവും സ്നേഹമുള്ളത് ആരോടാണ്? കാർലോ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഞാൻ എൻ്റെ ചങ്കിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ഈശോയോടാണ്. അങ്ങനെ പറഞ്ഞൊരു മകനാണ് ഈശോയുടെ മടിത്തട്ടിൽ വിശുദ്ധനായി ജീവിക്കുന്നത്. ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് തൻ്റെ കൂട്ടുകാരോടൊക്കെ കാർലോ പറയുമായിരുന്നു. അതുകൊണ്ടാണ് മൗറീഷ്യക്കാരനായ ഹൈന്ദവനായ രാജേഷ് കാർലോയുടെ സഹപാഠിയായിരുന്നു. ഇന്ത്യ രാജ്യവുമായി വളരെ ബന്ധമുള്ള രാജേഷ്, പക്ഷെ മൗറീഷ്യക്കാരനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും തൻ്റെ ഏറ്റവും നല്ല സഹപാഠിയും സുഹൃത്തും ആയി കണ്ടത് കാർലോയെയാണ്. പിന്നീട് ഈ രാജേഷ് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഈശോയെ സ്വീകരിക്കാൻ കാരണമായി തീർന്നത് എന്നും എപ്പോഴും ചങ്കില ഈശോയെക്കുറിച്ച് പറയുന്ന കാർലോയിൽ നിന്നാണ്. അങ്ങനെ ഞാനും ഒരു ക്രിസ്ത്യാനിയായി മാറ്റപ്പെട്ടത് കാർലോ കാണിച്ചു തന്ന ജീവിതത്തിലൂടെയാണ്. കാർലോ ഏറെ സ്നേഹിച്ചത് അസീസി എന്ന സ്ഥലമാണ്. അസീസി എന്ന സ്ഥലം ഏറെ സ്നേഹിക്കാൻ കാരണം
കാർലോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധൻ ഫ്രാൻസിസ് അസീസിയാണ്. അതുകൊണ്ട് തന്നെയാണ് അസീസിയിലേക്കുള്ള യാത്ര ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ യാത്രകളിലൊന്നായി കാർലോ പറയാറുള്ളത്. അതുകൊണ്ട് കാർലോ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു വെച്ചു, ഞാൻ മരിക്കുമ്പോൾ എന്നെ അടക്കം ചെയ്യേണ്ടത് അസീസിയിലാണ്. തൻ്റെ 15-ാമത്തെ വയസ്സിൽ ലുക്കേമിയ വന്ന് 2006 ഒക്ടോബർ 12-ന് കാർലോ മരിക്കുമ്പോൾ മാതാപിതാക്കൾ ആ കാർലോയുടെ ആഗ്രഹം സഫലമാക്കി അസീസിയിൽ അടക്കം ചെയ്തു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കാർലോയുടെ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 29-ാം തീയതി ഒന്ന് കാർലോയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നുള്ളൊരാഗ്രഹം എന്നിൽ ജനിച്ചു. ഞാൻ ആ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നന്മ, ആയിരക്കണക്കിന് ആളുകൾ ആ കബറിടത്തിൽ വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രമാത്രം ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചൊരു വിശുദ്ധൻ. ഒരൊറ്റ ദിവസം പോലും മുടക്കം കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിച്ച ഒരു വിശുദ്ധനാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു മകനുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് കാർലോയുടെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് കമ്പ്യൂട്ടർ സെയിൻ്റ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈശോ ആ മകനെ വളർത്തിയതാണ്. ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന എനർജിയാണ് കാർലോയുടേത്. അമ്മ പോലും പറഞ്ഞിട്ടുണ്ട്, അത്ര പള്ളിയോട് സ്നേഹമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കാർലോ ആണ് ഈ അമ്മയെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്ന്, ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അവരെ മാത്രമല്ല, കൂട്ടുകാരെല്ലാവരോടും പറയും, എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് ജീവിതം ആരംഭിക്കണം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിക്കണം. അതുകൊണ്ടാണ് കാർലോ പറഞ്ഞു വെച്ചത്, ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേ ആണ് എന്നുള്ളത്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഹൈവേ ആണ് ദിവ്യകാരുണ്യം എന്നത്. ആ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു ലോകത്ത് മുഴുവനുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ ലൈബ്രറി കാർലോ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി തീരുന്നത്. അതിന് കാർലോയുടെ മാതാപിതാക്കൾ വളരെയേറെ സഹായിച്ചു. അവരതെല്ലാം കളക്ട് ചെയ്ത് മകന് കൊടുത്തു. കാർലോ തൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അതെല്ലാം ഒരു വെർച്വൽ ലൈബ്രറിയായി ഏകദേശം 160ഓളം രാജ്യങ്ങളിലൂടെ ഈ വെർച്വൽ ലൈബ്രറി സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഒത്തിരിയേറെ മക്കൾ ഓരോ ദിവസം എന്നോണം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഈ വെർച്വൽ ലൈബ്രറി സന്ദർശിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തെ മാത്രമല്ല, ലോകത്തിൽ ഈശോയെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കാർലോ ഇത് ചെയ്തത്. മറ്റൊന്ന് കാർലോയുടെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ്. ലൂർദാണ് കാർലോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. മാതാപിതാക്കളോടൊപ്പം ലൂർദിലേക്കുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയാണെന്ന് കാർലോ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
മാതാവിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ ലൈബ്രറിയും കാർലോ സൂക്ഷിച്ചിട്ടുണ്ടത്രേ. അത്രമാത്രം മാതാവിനെ സ്നേഹിച്ച, ഈശോയെ സ്നേഹിച്ച ഒരു മകനാണ് കാർലോ അക്കൂത്തിസ്. അമ്മ പറയും, ഒരൊറ്റ ദിവസം പോലും മുടക്കം കൂടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, അതാണ് കാർലോ എന്ന് കാർലോയുടെ അമ്മ അന്തോണിയോ സൽസാനോ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെ, മുടക്കം കൂടാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആ ജപമാലയിലൂടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ച, ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ ദിവ്യകാരുണ്യത്തിലൂടെ ഒരു വിശുദ്ധനായി തീർന്ന കാർലോ അക്കൂത്തിസ്. നമ്മുടെയൊക്കെ യുവതലമുറയ്ക്കും കൗമാരക്കാർക്കും ബാലിക ബാലന്മാർക്കും എന്തിന് മുതിർന്നവർക്ക് പോലും വലിയൊരു ജീവിത മാതൃകയാണ് കാർലോ അക്കൂത്തിസ്. കാർലോ നന്മയുടെ ഒരു പുണ്യമായിരുന്നു. തൻ്റെ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചുകൂട്ടി തൻ്റെ ഇടവക പള്ളിയിൽ ഒരുമിച്ച് കൂട്ടും. അവിടെ ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളി കഴിഞ്ഞാലും ദേവാലയത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാർലോയെയും കൂട്ടുകാരെയുമാണ് അവിടുത്തെ വികാരി മോൺസിഞ്ഞോർ ജാൻ ഫ്രാങ്കോ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വികാരിയച്ഛൻ കാർലോയുടെ മരണശേഷം വിശുദ്ധനാകുന്നതിൻ്റെ നാമകരണ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കാരണം വികാരിയച്ഛൻ കണ്ട ഒരു വലിയ വിശുദ്ധൻ്റെ മുഖമാണ് കാർലോയിൽ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കാർലോ മുൻപിലുണ്ട്. ഇമ്മാനുവേൽ എന്ന ഒരു ഭിക്ഷക്കാരനെ കാർലോ കണ്ടുമുട്ടാനിടവന്നപ്പോൾ ഒന്നുമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഭക്ഷണമില്ല എന്നൊക്കെ ആ ഇമ്മാനുവേൽ പറഞ്ഞപ്പോൾ കാർലോ തൻ്റെ കൂട്ടുകാരെയും കൂട്ടി ഇമ്മാനുവേലിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞ് അമ്മ ഭക്ഷണം കൊടുത്തു വിട്ടു, തണുപ്പകറ്റാനുള്ള വസ്ത്രം കൊടുത്തു വിട്ടു. അതെല്ലാം കൊണ്ടുവന്ന് ഇമ്മാനുവേലിന് എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇമ്മാനുവേൽ എന്ന ഭിക്ഷക്കാരൻ കാർലോയുടെയും കൂട്ടുകാരുടെയും ഒരു നല്ല സുഹൃത്തായി. എന്നാൽ ഒരു ദിവസം കാർലോയും സുഹൃത്തുക്കളും ഇമ്മാനുവേലിനെ കാണാൻ വരുമ്പോൾ ഇമ്മാനുവേൽ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇമ്മാനുവേൽ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ കാർലോയും കൂട്ടുകാരും തീരുമാനിച്ചു, ഇമ്മാനുവേലിന് മറ്റാരുമില്ല, ഇമ്മാനുവേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇമ്മാനുവേലിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ ഏറ്റെടുത്തത് കാർലോയും കൂട്ടുകാരുമായിരുന്നു. അതിന് വികാരിയച്ഛൻ്റെ പൂർണ്ണ സമ്മതവും. ഈ ഇമ്മാനുവേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇമ്മാനുവേലിൻ്റെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് കാർലോ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു വെച്ചത്. അതാണ് കാർലോയിലെ നന്മയുടെ പുണ്യം. കാർലോയുടെ ജീവിതം അധികം നാൾ നീണ്ടു നിന്നില്ല. 15-ാമത്തെ വയസ്സിൽ ലുക്കേമിയ, രക്താർബുദം കാർലോയെ പിടികൂടി. ആശുപത്രി കിടക്കയിൽ ആയിരിക്കുമ്പോഴും തൻ്റെ മാതാപിതാക്കളോട് എന്നും കാർലോ പറയുമായിരുന്നു, ഇത് ദൈവം എനിക്ക് തന്ന ഒരു സമ്മാനമാണ്. ഈ സമ്മാനത്തെ ഓർത്ത് പപ്പയും അമ്മയും സങ്കടപ്പെടരുത്. കാരണം ദൈവത്തിന് ഇത് നൽകുന്നതിലൂടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം ആശുപത്രിയിൽ രോഗശയ്യയിൽ
കിടക്കുന്ന കാർലോ തൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കരം ചേർത്ത് പിടിച്ച് അവരോട് പറഞ്ഞു, ഞാൻ പോയാലും നിങ്ങൾക്ക് ദൈവം ഒരു വലിയ സമ്മാനം തരും. ആ വലിയ സമ്മാനം എന്ത് എന്ന് അവർ മനസ്സിലാക്കിയത് കാർലോ മരണപ്പെട്ടതിന് ശേഷമാണ്. വീണ്ടും അന്തോണിയോ ഗർഭിണിയായി ഇരട്ട മക്കൾക്ക് ജന്മം നൽകി. ഒരു ദിവസം കാർലോ രോഗാവസ്ഥയിലാകുന്നതിന് തലേന്ന് വികാരി മോൺസിഞ്ഞോർ ജാൻ ഫ്രാങ്കോൻ്റെ അടുത്ത് പിതാവ് ആന്ത്രയോയും അമ്മ അന്തോണിയോയും ചെന്ന് പറഞ്ഞു, അച്ഛനൊന്ന് വരണം വീട്ടിലേക്ക്. കാർലോയെക്കുറിച്ച് പറയാനാണ് വന്നത്. വികാരി അച്ഛൻ വീട്ടിലെത്തുമ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന കാർലോയെ കാണാനിട വന്നു. ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും കാർലോ ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കാനായി വരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊക്കെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലായിരുന്നു. ഈ രോഗം മുഴുവൻ സഭയുടെ നന്മയ്ക്കായി, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി കാർലോ നീക്കിവെക്കുന്ന ബാല്യകാലത്ത് അത്രമാത്രം സഭയെ സ്നേഹിക്കുന്ന ഒരു മകൻ. എല്ലാവരും ഈ മകനു വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴൊക്കെ കാർലോ പറഞ്ഞത്, മറ്റുള്ള രോഗികൾക്കായി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഏതാണ്ട് മരിക്കുന്നതിന് തൊട്ടു മുൻപ് കാർലോ, എനിക്കൊരു വൈദികനെ കാണണം, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക്, രോഗീലേപന ശുശ്രൂഷ ലഭിക്കണം, ഈശോയെ സ്വീകരിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ. അങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് കാർലോ കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, രോഗീലേപനം എന്ന ശുശ്രൂഷ സ്വീകരിച്ച് തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമ്മാനമായി നൽകുകയായിരുന്നു. അന്ന് ഈശോയ്ക്ക് നൽകപ്പെട്ട സമ്മാനം ഇന്ന് ലോകത്ത് വിശുദ്ധ കാർലോ അക്കൂത്തിസ് എന്ന പേരിൽ ഒരു വിശുദ്ധനെ നമുക്ക് ലഭിക്കുകയാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥമാണ് നമുക്ക് പ്രാർത്ഥിച്ച് യാചിക്കാവുന്നത്. ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഈ നൂറ്റാണ്ടിലെ കൗമാരക്കാർക്ക്, ഈ നൂറ്റാണ്ടിലെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താവുന്ന മനോഹരമായ ഒരു പാഠപുസ്തകമാണ് വിശുദ്ധ കാർലോ അക്കൂത്തിസിൻ്റെ ജീവിതം. കാർലോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാതൃകയായി മാറാൻ ഇടയാകട്ടെ. മരണശേഷവും ശരീരം അഴുകാതിരിക്കുന്ന ഒട്ടനവധി വിശുദ്ധർ തിരുസഭയിലുണ്ട്. അവരുടെ അഴുകാത്ത ശരീരങ്ങൾ അതിവിശുദ്ധ ജീവിതങ്ങൾക്കുമേൽ സ്വർഗം ചാർത്തിയ അംഗീകാര മുദ്രയാണ്. ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള കാർലോ, അവൻ്റെ ജീവിതം അത്തരത്തിലൊന്നാണ്. മില്ലേനിയത്തിലെ ആദ്യ വിശുദ്ധൻ. കമ്പ്യൂട്ടർ കോഡിങ്ങും പ്ലേ സ്റ്റേഷനുകളിലെ ഗെയിമിങ്ങും ഇഷ്ടപ്പെട്ടിരുന്ന, കപടതയില്ലാതെ ജീവിച്ച സ്വർഗത്തിൻ്റെ ഇൻഫ്ലുവൻസർ. ഒരുപക്ഷെ ഇമെയിൽ ഐഡിയും വെബ്സൈറ്റും സ്വന്തമായുള്ള സഭയിലെ ആദ്യത്തെ വിശുദ്ധൻ, വിശുദ്ധ കാർലോ അക്യൂട്ടിസ്.